എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചോദ്യവും ഉത്തരവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിലെ വിവിധ പദങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ മുതലായവ പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ് ചോദ്യവും ഉത്തരവും എന്ന ഈ പ്രോഗ്രാം. ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കൂടിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. പറയൂ, ഇന്നത്തെ ചോദ്യം എന്താണ്? സങ്കീർത്തനങ്ങളുടെ തലക്കെട്ടിൽ സംഗീത പ്രമാണിക്ക് എന്ന് കാണുന്നു, അതെന്താണ്? സങ്കീർത്തനങ്ങളുടെ തലക്കെട്ടിൽ പലവിധ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സംഗീത പ്രമാണിക്ക് എന്ന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. സംഗീത പ്രമാണി എന്ന് പറയുന്നത് ആസാഫാണ്. ആസാഫിനെയാണ് സംഗീത പ്രമാണി എന്ന് പറയുന്നത്. 150 അധ്യായങ്ങളുള്ള സങ്കീർത്തനത്തിൽ 55 തവണ സംഗീത പ്രമാണിക്ക് എന്ന പദം കൊടുത്തിട്ടുണ്ട്. ഭൂരിഭാഗവും ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളിലാണ് സംഗീത പ്രമാണിക്ക് എന്ന പദം കൊടുത്തിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ: സംഗീതത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ. മറ്റൊന്ന്, സംഗീത പ്രമാണി ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ആളും ആകാൻ സാധ്യതയുണ്ട്. ഈ നിലയിലാണ് നമുക്കിത് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സംഗീതത്തിന്, ആലയങ്ങളിൽ സംഗീതത്തിന് മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലീഡറിനെയാണ് സംഗീത പ്രമാണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഥ നമ്മളെ സഹായിക്കും.